ടി വി രാജനാരായണൻ, വെങ്കിട നിവാസ്, തിരുവല്ലുവാമല, തൃശൂർ. പാരമ്പര്യ കൃഷി നഷ്ടമെന്ന് പരിതപിക്കുന്നവർ രാജനാരായണൻ്റെ കൃഷിയിടത്തിലേക്ക് വരിക. കാർഷിക കേരളത്തിൻ്റെ നിലവിലുള്ള പരിദേവനങ്ങൾക്കെല്ലാം മറുപടി നൽകും ഈ യുവ കർഷകൻ. തെങ്ങും കമുകും നെല്ലും വാഴയും പച്ചക്കറിയും ഉൾപ്പെടെ നമുക്ക് പരിചിതമായ വിളകൾ മാത്രമേ രാജനാരായണൻ കൃഷി ചെയ്യുന്നുള്ളൂ. ഈ കൃഷിയിനങ്ങളെല്ലാം തന്നെ നഷ്ടമെന്ന് വിലപിച്ച് കൈയൊഴിയുന്ന കർഷകരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നോർക്കണം. എന്നാൽ രാജനാരായണൻ്റെ കാര്യത്തിലാകട്ടെ ഓരോ വർഷവും മേൽപ്പറഞ്ഞ വിളകളുടെ കൃഷി വിസ്തൃതിയും ഉൽപ്പാദനവും വർദ്ധിച്ചു വരുന്നു. ഞാൻ കൃഷിക്ക് ഇറങ്ങുന്നത് 1997 എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അന്ന് എനിക്ക് 7 ഏക്കർ സ്ഥലമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മൂത്ത ചേച്ചിയുടെ കല്യാണം, പിന്നെ അനിയത്തിയുടെ കല്യാണം, പിന്നെ അങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എൻ്റെ ഇടയ്ക്ക് എല്ലാം കൃഷിയിൽ നിന്നാണ് നേടിയേക്കുന്നത്. അതുകൂടാതെ 17 ഏക്കർ പോയിട്ട് 7, 8ആയി, 8, 10ആയി, 10, 12ആയി, ഇപ്പോൾ 16 ഏക്കറയാണ് സ്വന്തമായിട്ട് സ്ഥലം. ഇത് കൂടാതെ ഏകദേശം ഒരു 20 ഏക്കറുകളും പാട്ടത്തിനും പിന്നെ ഒരു 40 ഏക്കറുകളും വേറെയും പാട്ടത്തിനും എടുത്തിട്ട് ഏകദേശം 72 ഏക്കറയാണ് ഞാൻ കൃഷി ദൈവാധീനം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഉണ്ടായിരുന്ന 7 ഏക്കർ കൃഷിയിടം ഏറ്റെടുക്കുമ്പോൾ രാജനാരായണന് പ്രായം 18 മാത്രം. കൂട്ടുകുടുംബത്തിൽ വിപുലമായ ഉത്തരവാദിത്തങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ നിലവിലുള്ള നെല്ലും തെങ്ങും പാരമ്പര്യ കൃഷിരീതികളും പോരാ എന്ന് ബോധ്യമായതോടെ പുതുസാധ്യതകൾ തേടിത്തുടങ്ങി. അങ്ങനെയാണ് പാട്ടകൃഷിയിലേക്ക് ചുവടുവെക്കുന്നത്. വാഴയാണ് ആദായവിളയായി രാജനാരായണൻ കണ്ടെത്തിയത്. വിലയിലേറ്റക്കുറവുണ്ടാകാമെങ്കിലും വിപണി ഉറപ്പാണ് എന്നതായിരുന്നു നേന്ത്രവാഴയിൽ കണ്ട മെച്ചം. ഇടവിളയായി പയറും വഴുതനയും പോലുള്ള പച്ചക്കറികളും. സംസ്ഥാനത്തെ മിക്ക വാഴകൃഷിക്കാരും വാഴയൊന്നിന് 250 രൂപ ചെലവുണ്ടെന്ന് പറയുമ്പോൾ രാജനാരായണന് അത് 80 രൂപ മാത്രം. യന്ത്രവൽക്കരണം, ഓട്ടോമേഷൻ, ഇടവിളയായുള്ള പച്ചക്കറി കൃഷി, താങ്ങുകാലുകൾക്ക് പകരം വള്ളികളുടെ ഉപയോഗം എന്നിവ വഴി ഉൽപ്പാദന ചെലവ് 1/3 കുറയ്ക്കുന്നു ഈ കർഷകൻ. വർഷം 9,000 മുതൽ 12,000 വരെ വാഴ കൃഷി ചെയ്യുന്ന രാജനാരായണൻ ഒറ്റയടിക്കല്ല കൃഷി ഇറക്കുന്നത്. ഘട്ടങ്ങളായി കൃഷി ഇറക്കുകയും ഘട്ടങ്ങളായി വിളവെടുത്ത് വിൽക്കുകയും ചെയ്യുന്നു. അതുവഴി വിപണനം എളുപ്പമാക്കാനും വിപണി വിലയിലെ ഏറ്റക്കുറവുകളെ മറികടക്കാനും കഴിയുന്നു. വാഴക്കൃഷി ആദ്യം തുടങ്ങിയത് സ്റ്റെപ്പായിട്ട് നമ്മൾ 2000, 3000 കൊല്ലം 9,000 വാഴയാണ്. വാഴയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് പറഞ്ഞാൽ ഒരു കൊലയ്ക്ക് വന്നിട്ട് 80 രൂപയാണ് ചിലവ്. മാത്രം 80 രൂപ മാത്രമേ ചിലവ് വരുന്നത്. ആവറേജ് ഒരു 15 കിലോ വരെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണെങ്കിലും പല വാഴ കർഷകരും കീടരോഗങ്ങളുടെ ശല്യം കാരണം വാഴ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും നല്ല മികച്ച വിളവോടുകൂടി വർഷങ്ങളായിട്ട് വാഴ കൃഷിയിൽ തുടർന്നു വരാനായിട്ട് രാജനാരായണന് സാധിക്കുന്നുണ്ട്. 5.5 ഏക്കറിൽ ജൈവ നെൽകൃഷിയുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് വിറ്റഴിക്കാൻ സപ്ലൈകോയുടെ കാരുണ്യം കാത്തിരിക്കുന്നില്ല രാജനാരായണൻ. വിളവെടുക്കുന്ന നെല്ലത്രയും സ്വന്തം ബ്രാൻഡിൽ കിലോയ്ക്ക് 80 രൂപ നിരക്കിൽ വിൽക്കുന്നു. സുരക്ഷിത രീതിയിൽ വിളയിക്കുന്ന അരിക്ക് ഉപഭോക്താക്കളെ ലഭിക്കാനും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരു വർഷം ഏകദേശം 3.5 ടണ്ണോളം അരിയാണ് മാർക്കറ്റ് ചെയ്യണത്. അത് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലാണ് ഇനി നമുക്കത് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 കിലോ വന്നിട്ട് ഭാരത് ജീവം പറഞ്ഞിട്ടൊരു ബ്രാൻഡിലാണ് അത് ഇറക്കണത്. 1 കിലോ 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത്. അതിന് മുമ്പ് നമുക്ക് ഒരു 35 മുതൽ 50% വരെ തവിടോടുള്ള അരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് ടു ഈറ്റ് ആണ്. നമുക്കിപ്പോൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അരികളെക്കാളും കുറച്ചുകൂടി പ്രോട്ടീനും അതുപോലെ തന്നെ പോഷക ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ടൗണിലുള്ള ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ട് വരുന്ന അരികളാണ്. ഇന്നും സൂക്ഷ്മ നനയുടെയും നനയ്ക്കൊപ്പമുള്ള വളപ്രയോഗത്തിൻ്റെയും നേട്ടം പ്രയോജനപ്പെടുത്താത്ത ഒട്ടേറെ കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിവിധ ആധുനിക നനരീതികളും ഫെർട്ടിഗേഷനും സ്വന്തം കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ രാജനാരായണന് കഴിഞ്ഞു. ഇക്കാര്യത്തിൽ സഹോദരന്മാരുടെ സാങ്കേതിക ജ്ഞാനം രാജനാരായണന് തുണയായി. ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ കർഷകര് ഡ്രിപ്പ് ഇറിഗേഷൻ അതിന്റെ ഫെർട്ടിഗേഷനൊക്കെ കുറിച്ചിട്ട് തുടങ്ങിയിറക്കണേ. ഇതിപ്പോൾ ഞങ്ങൾ 2008-2009 തന്നെ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പെരുമാട്ടിയിലെ കൃഷി ഓഫീസറായിരുന്ന അനിക്കുട്ട സാറും പിന്നെ നമ്മുടെ കൃഷി ഓഫീസറായിരുന്ന PG കൃഷ്ണകുമാറും കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് കൊണ്ടുവന്നത്.
അന്ന് ജീണ തന്നെയായിരുന്നു അന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വാഴ. അത് 2 ക്രോപ്പ് എടുത്തു. ഒന്ന് റിട്ടൂണിങ് ക്രോപ്പ് ഉണ്ടായിരുന്നു. 16 മാസം കൊണ്ട് നമുക്ക് 2 വിള അന്ന് എടുക്കാൻ സാധിച്ചു. കൃത്യതാരീതിയിലുള്ള വളപ്രയോഗ സംവിധാനം കാലക്രമത്തിൽ പരിഷ്കരിച്ച് പൂർണ്ണമായും സ്വയം നിയന്ത്രിത സംവിധാനത്തിലേക്ക് മാറ്റാനും സഹോദരങ്ങളുടെ പിൻബലത്തിൽ രാജനാരായണന് കഴിഞ്ഞു. വെള്ളത്തിലൂടെയും ഇലയിലൂടെയും നൽകാവുന്ന പുതുതലമുറ വളങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നു രാജനാരായണൻ. മണ്ണിന് എന്താണ് ആവശ്യം അതാണ് നമ്മളത് കൊടുക്കുന്നത്. pH കൃത്യമായിരിക്കണം. ചുണ്ണാമ്പ് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് വെതറുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് രാസപ്രയോഗം തുടങ്ങുള്ളൂ. കൂടാതെ നമ്മൾ ഇയർലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് വന്നിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ കോഴിക്കാട്ടം, ആട്ടുംകാട്ടം, ചാണകം ഏതാണോ കിട്ടുന്നത് ആ സമയത്ത് എന്താ കിട്ടുന്നത് ചോദിച്ചാൽ അത് മൊത്തം നമ്മൾ പരത്തിയിട്ട് നമ്മൾ ചെറിയ ടില്ലർ എടുത്തിട്ട് ഓടിച്ചിട്ട് അതിൻ്റെ ഒപ്പം പയറ്, ഉഴുന്ന് എന്തൊക്കെയാണ് മുളയ്ക്കുന്നത് ചോദിച്ചാൽ അതങ്ങോട്ട് ഇട്ടുവിടും. മണ്ണും വിളയും അറിഞ്ഞുള്ള നനയും വളപ്രയോഗവും വന്നതോടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. കായികാധ്വാനം കുറഞ്ഞു. തൊഴിലാളികളുടെ ആവശ്യകതയും കുറഞ്ഞു. അതോടെ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷിവ്യാപനം എളുപ്പമായി. ജലവിനിയോഗം കുറയ്ക്കുന്ന കൃഷി മാതൃകയാണ് ഇനിയങ്ങോട്ട് ആവശ്യമെന്ന് രാജനാരായണൻ പറയുന്നു. അമിതവും നിയന്ത്രണമില്ലാത്തതുമായ വളപ്രയോഗത്തിനു പകരം ശരിയായ വളങ്ങൾ ശരിയായ സമയത്ത് കൃത്യമായ അളവിൽ നൽകുകയാണെങ്കിൽ ഉൽപാദനച്ചെലവ് കുറയുകയും മണ്ണും വെള്ളവും വിളയും സുരക്ഷിതമാകുമെന്നും ഈ കർഷകൻ ഓർമ്മിപ്പിക്കുന്നു. കൃഷിയിടത്തിലെ കാർഷികാവശിഷ്ടങ്ങൾ അത്രയും വിളകളുടെ ചുവട്ടിൽ പുതയിട്ട് മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിപ്പിച്ച് മണ്ണിൻ്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാമെന്നും അതുവഴി വളം, കീടനാശിനി പ്രയോഗം ഗണ്യമായി കുറയ്ക്കാമെന്നും രാജനാരായണൻ തെളിയിക്കുന്നു. ഒരു തേങ്ങ പറക്കി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ കയ്യോടെ കച്ചവടം ചെയ്യാണ് പതിവ്. പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ സമയം ഇല്ല നമുക്ക്. അതുകൊണ്ട് കയ്യോടെ തേങ്ങയിട്ട് കയ്യോടെ ഇപ്പം നല്ല റേറ്റായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ കൊടുത്തത് 66 രൂപയായിട്ടാണ് 1 കിലോ തേങ്ങ നമ്മൾ കൊടുത്തിറങ്ങുന്നത്. പിന്നെ ചകിരിയും അതിൻ്റെ ഒപ്പം ചകിരിയും കയ്യോടെ കൊടുത്തു വിടും. പിന്നെ ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് നമ്മൾ ചകിരി മൊത്തം ചെറിയൊരു കാന കയറിയിട്ട് നമ്മൾ തെങ്ങിനും കവുങ്ങിനും തടം പോലെ വെക്കും, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ആവറേജ് പ്രൊഡക്ഷൻ ഒരു കൊല്ലം വന്നാൽ കവിഞ്ഞൊരു 90 നാളികേരത്തിനടുത്ത് നമുക്കുണ്ട്. പിന്നെ കവുങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ മൊത്തം കരാറ് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു എമൗണ്ടിന് നമ്മൾ കരാറ് കൊടുക്കും. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു 18,60,000 രൂപയ്ക്കാണ് കവുങ്ങ് മാത്രം നമ്മൾ കൊടുത്തിറക്കുന്നത്. ഇനിയും കൂടും. എന്താ വെച്ചാൽ പകുതി കഷ്ടി 3/4 ഭാഗം എത്തിയിട്ടേ ഉള്ളൂ. സംസ്ഥാനത്ത് പാട്ടകൃഷിയുടെ സാധ്യത നന്നായി പ്രയോജനപ്പെടുത്തുന്നവരിലൊരാളാണ് രാജനാരായണൻ. തിരുവല്ലുവാമലയിലും പരിസര പ്രദേശങ്ങളിലുമായി നിലവിൽ 20-ലേറെ ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി. സുരക്ഷിത കൃഷിമുറകൾ പിന്തുടരുന്നു എന്നതുകൊണ്ടുതന്നെ രാജനാരായണന് സ്ഥലം പാട്ടത്തിന് കൊടുക്കാൻ സ്ഥലമുടമകൾക്കും ഉത്സാഹം. ഇവിടെ കൃഷിയോടുള്ള താല്പര്യം കാരണമാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. കാരണം തൊടിയും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. ഇങ്ങനെ പാട്ടത്തിനെടുക്കുന്ന കൃഷിയിടങ്ങളിൽ പാട്ടത്തുകയ്ക്കു പകരം തെങ്ങ് പോലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്ത് കരാർ കഴിയുമ്പോഴേക്കും ഒന്നാന്തരം കൃഷിയിടമാക്കി കൈമാറുന്ന രീതിയും ഈ കർഷകൻ അവലംബിക്കുന്നു. വാഴയും പച്ചക്കറികളും പോലുള്ള വിളകളുടെ കാര്യത്തിൽ കൃഷി ലാഭകരമാക്കാനുള്ള വഴി കൃഷി വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണെന്നും രാജനാരായണൻ പറയുന്നു. സ്വന്തമായുള്ള ഭൂമിയിൽ തെങ്ങും കമുകും ജാതിയും പോലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്ത് ഒരു വശത്ത് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുമ്പോൾ മറുവശത്ത് വാഴയും പച്ചക്കറികളും പോലുള്ള വാർഷിക ഹ്രസ്വകാല വിളകൾ കൃഷിയിറക്കി ചുരുങ്ങിയ കാലയളവിൽ ഉയർന്ന വരുമാനം നേടുക എന്നതാണ് രാജനാരായണൻ്റെ തന്ത്രം. പാട്ടകൃഷിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൊരു പങ്ക് വിനിയോഗിച്ച് കൂടുതൽ കൃഷിയിടങ്ങൾ വാങ്ങി ദീർഘകാല വിളകളുടെ വിസ്തൃതി വർഷം തോറും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം രാജനാരായണൻ്റെ കൃഷിയിടത്തിലുമുണ്ട്. നമ്മളിത് മാനേജ്മെൻറ്റ് ചെയ്യണത് പന്നിക്കാണെങ്കിൽ മൊത്തം ഫെൻസിങ് ആണ് മൊത്തം ഇട്ടിറക്കണത്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ മുള്ളം പന്നിക്കാണെങ്കിൽ നമ്മൾ കവുങ്ങിൻ്റെ പാളകൾ മൊത്തം വാഴയുടെ ചോട്ടിൽ നിരത്തിയിടും. അപ്പോൾ അവർ വന്ന് ട്യൂബാണെങ്കിൽ ട്യൂബ് അങ്ങനെ വന്ന് കുത്തൽ പൊതുവെ കമ്മിയാണ്. മയിലിൻ്റെ ശല്യം നമ്മൾ പച്ചക്കറി ഉണ്ടാക്കണ ഏറ്റവും കൂടുതൽ മയിലിൻ്റെ ശല്യമാണ് എവിടെയാണെങ്കിലും കർഷകർ നേരിടുന്നത്. ഞാനൊക്കെ ചെയ്യണത് പയറോ അല്ലെങ്കിൽ പാവലധികം ഉപദ്രവില്ല. പയറൊക്കെ കുത്തിയിട്ട 2-ാം ദിവസം നമ്മൾ പയർ മുളയ്ക്കും. അത് മൊത്തം
കുത്തിപ്പോവാണ്. അത് ഞങ്ങൾ മറ കൊടുത്തിട്ടാണ് ഞങ്ങൾ സംരക്ഷിച്ചെടുക്കണത്. കൃഷിയിൽ മാത്രമല്ല, കൃഷി കണക്കിലും കൃത്യതാരീതി പാലിക്കുന്നു രാജനാരായണൻ. ശാസ്ത്രീയ കൃഷിയിലേക്ക് തിരിഞ്ഞ കാലം മുതൽ ഇന്നോളവും ഓരോ വർഷത്തെയും വിളകളുടെ വരവ് ചെലവ് കണക്കുകൾ കമ്പ്യൂട്ടറിൽ കണിശതയോടെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ കണക്കുകൾ വിശകലനം ചെയ്ത് ഓരോ വിളയ്ക്കും ചെലവിടേണ്ടി വരുന്ന തുക എത്രയെന്നും അതെങ്ങനെ നിയന്ത്രിക്കാമെന്നും മനസ്സിലാക്കുന്നു. വാഴയുടെ ഉൽപ്പാദന ചെലവ് ഘട്ടം ഘട്ടമായി 80 രൂപയിലേക്ക് താഴ്ത്താനായത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പാട്ടത്തിന് സ്ഥലമെടുത്ത് വിപുലമായ തോതിൽ കൃഷി ഇറക്കുമ്പോൾ യഥാസമയം കൃഷിപ്പണികൾ തീർക്കാനും ചെലവ് കുറയ്ക്കാനും യന്ത്രവൽക്കരണം പ്രയോജനപ്പെടുന്നു. സാധ്യമായിടത്തെല്ലാം ടില്ലറും ട്രാക്ടറും ഉൾപ്പെടെ കൃഷിയന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധ വയ്ക്കുന്നു. കൃഷിപ്പണികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും അധ്വാനം കുറയ്ക്കാനും അതുവഴി തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും കഴിയുന്നു. എനിക്ക് 70 ഏക്കറോളം സ്ഥലം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അനിയന്മാർ എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്ഥലം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്. കൃഷിയിൽ രാജനാരായണൻ്റെ കൃത്യതയും മികവും കണ്ടറിഞ്ഞ് കേരളത്തിലെ ഒരു പ്രമുഖ ആയുർവേദ ഗ്രൂപ്പ് അവരുടെ 40-ലധികം ഏക്കർ വരുന്ന കൃഷിയിടം നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രതിഫലമായി നല്ലൊരു തുക മാസം തോറും നൽകുന്നു. ഭാവിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപുലമായ മൂല്യവർധന ലക്ഷ്യമിട്ട് പുതിയൊരു പാക്ക് ഹൗസും നിർമ്മിച്ചു കഴിഞ്ഞു ഈ കർഷകൻ. കൃഷിയിൽ എൻ്റെ ഭാവി പദ്ധതിയാണ് ഇത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അനുവദിച്ചു തന്ന ഒരു പാക്ക് ഹൗസ് ആണിത്. അപ്പോൾ നമ്മൾ ഭാവിയിൽ നമ്മൾ വെജിറ്റബിൾ കൊണ്ടുപോകണമെങ്കിൽ കട്ട് ചെയ്ത് പാക്കറ്റിലാക്കി നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സുസ്ഥിര കൃഷിമാർഗങ്ങൾ അവലംബിച്ച് ഓരോ വർഷവും വിളവും വരുമാനവും വർദ്ധിപ്പിക്കുകയാണ് രാജനാരായണൻ. സ്വന്തമായുള്ള കൃഷിയിടത്തിൻ്റെ വിസ്തൃതി 7 ഏക്കറിൽ നിന്ന് 16 ഏക്കറിലേക്ക് വർദ്ധിപ്പിക്കാൻ തുണയായത് കൃഷിയിൽ നിന്നുള്ള ലാഭം മാത്രം. ഇക്കാലത്തിനിടെ കുടുംബത്തിലെ പല ആവശ്യങ്ങൾക്കായി വേണ്ടിവന്ന വൻ സാമ്പത്തിക ബാധ്യത നേരിടാനും കുടുംബത്തെ സാമ്പത്തികാഭിവൃദ്ധിയിലേക്ക് നയിക്കാനും രാജനാരായണന് തുണയായത് കൃഷി ഒന്നു മാത്രം.